കോഴിക്കോട് കാരശ്ശേരി ബാങ്ക് ക്രമക്കേടിൽ ബാങ്ക് ചെയർമാനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. കെ.പി.സി.സി അംഗമായ N.K. അബ്ദുറഹ്മാൻ സിപിഐഎമ്മിന് ബാങ്ക് മറിച്ചുവിറ്റുവെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. പാർട്ടിയെ അബ്ദുറഹ്മാൻ തെറ്റിദ്ധരിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി കെ.പി.സി.സിക്ക് റിപ്പോർട്ട് നൽകും. ചെയർമാന്റെ സഹായത്തോടെ മെമ്പർമാരെ അനധികൃതമായി ചേർത്ത് സിപിഐഎം ബാങ്ക് ഭരണം പിടിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കോൺഗ്രസ് നടപടിക്കൊരുങ്ങുന്നത്. കാരശ്ശേരി ബാങ്കിന്റെ ചെയർമാൻ കെ.പി.സി.സി മെമ്പർ N.K. അബ്ദുറഹ്മാൻ അവിടുത്തെ ഡയറക്ടർമാർ അറിയാതെ ജീവനക്കാരുടെ വ്യാജ ID ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് 800-ലേറെ വോട്ടുകൾ CPM-കാരുടെ വോട്ടുകൾ അബ്ദുറഹ്മാനും CPM-കാർക്ക് ബാങ്ക് വിറ്റു എന്നാണ് പ്രാദേശിക കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട്. കെ.പി.സി.സി ഇതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കെ.പി.സി.സി റിപ്പോർട്ട് നൽകും. ദീപക് മലയമ്മ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. ബാങ്കിലെ തിരിമറി, ബാങ്ക് ഇടപാടുകളിലെ തിരിമറി, അങ്ങനെയുള്ള പല കേസും നമ്മൾ കണ്ടിട്ടുണ്ട്, തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബാങ്ക് തന്നെ മറിച്ചു വിറ്റുവെന്ന് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് പറയുന്നത്. എന്താണ് അവിടെ നടന്നത്? ഇങ്ങനെയൊക്കെ നടക്കുമോ നാട്ടിൽ? സുജയ, UDF-ന്റെ കൈവശമുള്ള ഒരു ബാങ്കാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ആ ബാങ്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് UDF കൈവശം വെച്ച് വരികയുമാണ്. അതിലേറ്റവും പ്രധാനിയായിട്ടുള്ളത് അതിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് N.K. അബ്ദുറഹ്മാൻ. അദ്ദേഹം കെ.പി.സി.സി മെമ്പർ കൂടിയാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അവിടേക്ക് A ക്ലാസ് മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കുപോക്ക് ചെയർമാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പുറത്തേക്ക് വന്നത്. അതായത് 771 A ക്ലാസ് മെമ്പർഷിപ്പുകളാണ് കാരശ്ശേരി ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒറ്റ രാത്രി 1 മണി മുതൽ പുലർച്ചെ 4 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് അവിടെ ഉള്ള ജോലിയിലുള്ള ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് 800-ൽ പരം, അതായത് ആകെ അങ്ങനെ നോക്കുമ്പോൾ 1600-ഓളം വരുന്ന മെമ്പർഷിപ്പിലേക്ക് അവിടുത്തെ മെമ്പർഷിപ്പ് മാറ്റുകയാണ്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ അത് CPM-ന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ മെമ്പർഷിപ്പ് ചേർത്തത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ആരോപിച്ചത്. അതിന് പിന്നാലെ തന്നെ DCC ഇത് പരിശോധിച്ചു. ആ ഘട്ടത്തിൽ തന്നെ കെ.പി.സി.സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് DCC പ്രസിഡന്റ് നിലവിൽ അന്വേഷണം പൂർത്തിയാക്കി ഒരു റിപ്പോർട്ട് കെ.പി.സി.സിക്ക് നൽകുന്നത്. അതനുസരിച്ച് ഈ ബാങ്ക് വിൽക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് N.K. അബ്ദുറഹ്മാൻ നടത്തിയത്. അതായത് ഈ പാർട്ടി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ പാർട്ടിയെ N.K. അബ്ദുറഹ്മാൻ ചതിച്ചു എന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോലീസ് കേസ് ആ നിലയ്ക്ക് ജീവനക്കാർ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിയിലേക്ക് കടക്കണം. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് കാരശ്ശേരി ബാങ്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കോടതിയിലേക്ക് സ്വാഭാവികമായും പോകും. എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയധികം A ക്ലാസ് മെമ്പർമാർ വന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലേക്ക് കാരശ്ശേരിയിലെ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഉന്നത തലത്തിലുള്ള ഒരു നേതാവ് തന്നെ അത് CPM-ന് കൊണ്ടുപോയി കെട്ടിക്കൊടുത്തു എന്നുള്ള വാദം പാർട്ടിയെ അബ്ദുറഹ്മാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ജില്ലാ നേതൃത്വം കെ.പി.സി.സിക്ക് നൽകാൻ പോകുന്നത്. താങ്ക് യു ദീപക് മലയമ്മ.